ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് കുറച്ചധികം വിശേഷങ്ങളായിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ എണീറ്റ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇത് പ്രീവിയസ് ഡേ ഞാൻ മെഹന്തി ഇട്ടതാണ് കേട്ടോ. ഈ മെഹന്തി ഇടലിന് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന് എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരികയാണ്, പിന്നെ ഒന്ന് എൻ്റെ കസിൻ്റെ മാരേജും കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഇത് മാംഗ്ലൂർ എയർപോർട്ടാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. 8:30 ആളുടെ ഫ്ലൈറ്റ് ലാൻഡിങ്. പക്ഷേ നമ്മൾ കുറച്ച് വൈകിപ്പോയി. പ്രശ്നം ഉണ്ടായിരുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ആളിറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ലഗേജൊക്കെ കിട്ടുമ്പോൾ അൽഹംദുലില്ലാ ആളെത്തിയിട്ട് മോളായിട്ടുള്ള കൊഞ്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മാറിയിക്കേണ്ടി വരും. വീട്ടിലെത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഹസ്ബൻഡ് വീട്ടിലേക്കാണ് പോയത്. പിന്നെ ഞാൻ അവിടെ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ഇൻഷാ അവിടുത്തെ പശുവിനൊക്കെ പുല്ലൊക്കെ വാരി കൊടുക്കുന്നതാണ്. പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ ആണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഒരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ പോണതാണ് നിങ്ങളീ കാണുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പോകാനുണ്ട്. എൻ്റെ കസിൻ്റെ കല്യാണമാണ് ഇന്ന്. മെഹന്തി ഫംഗ്ഷനാണ് കേട്ടോ. അങ്ങനെ അതിന് നമ്മൾ പോവാണ്. എനിക്ക് അവിടുത്തെ അഡ്രസ്സ് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ നോക്കിയിട്ട് ഇങ്ങനെ കുറേ പോയിന്ന് വെച്ചാൽ നമ്മൾ റോഡൊക്കെ മിസ്സായിട്ട് ഇങ്ങനെ എവിടേക്കൊക്കെ പോയി. ഇത് ഞാൻ എൻ്റെ മെഹന്തി കാണിച്ചു തരുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ കൊളീഗ് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ ലൊക്കേഷനും കണ്ടുകൊണ്ട് ഇങ്ങനെ ഏതൊക്കെയോ റൂട്ടിൽ കൂടെ കാട്ടിൽ കൂടെ ഒക്കെ പോയി. പിന്നെ ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. പേര് റാഷി എന്നാണ് കേട്ടോ. ഒരാൾ അയച്ചെന്ന ലൊക്കേഷൻ മൊത്തത്തിൽ മിസ്സായി. എങ്ങനെ ഈ കാട്ടിലേക്ക് വരുത്തിട്ട് ചോറില്ലൊക്കെ നിന്നെ വിടും ഞാൻ. കിട്ടി ആള് പറഞ്ഞത് മനസ്സിലായോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓൾറെഡി കുറേ വൈകി, ഇനി ഈ റോഡൊക്കെ മിസ്സായിട്ട് നമ്മൾ എപ്പോൾ എത്താനാന്ന്. അപ്പോൾ ആള് പറയാ ഇത്രയൊക്കെ ഈ കാട്ടിക്കൂടൊക്കെ വന്നിട്ട് ചോറ് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറയായിരുന്നു. അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ടോ. ഇതെൻ്റെ ഒരു കസിനാണ്. ഞാൻ അവിടെ നിന്ന് കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പാൻ്റെ സിസ്റ്ററുടെ മോളാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കുട്ടിപ്പട്ടാളം ടീംസ്. ഇവരാണെങ്കിൽ എന്നെക്കൊണ്ട് കുറേ വീഡിയോ എടുപ്പിച്ച് ഞങ്ങളെ യൂട്യൂബിലിടുമോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇവരെൻ്റെ അടുത്ത് വീഡിയോ എടുത്തു തരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഇവരുടെയൊക്കെ ക്ലിപ്സ് എടുത്തതാണ്. പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററുടെ മോളാണ് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ തനു ബേബി അറിയാലോ, എൻ്റെ സിസ്റ്ററുടെ മോള്. എൻ്റെ സിസ്റ്റർ വന്നിട്ടില്ലായിരുന്നു, ഞങ്ങൾ മാത്രം പോയത്. കൂടെ തനു ബേബിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിപ്പട്ടാളം എന്നെ കൂട്ടിക്കൊണ്ട് പോവാണ്. ഇവർ പറഞ്ഞു ഞങ്ങൾ ഡാൻസ് കളിക്കാം, വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണമെന്ന്. പിള്ളേരെന്തേലും ആഗ്രഹം പറഞ്ഞാൽ അത് സഹായിച്ചു കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ അതും സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലൊരു സ്ഥലത്തോട്ട് പോയി. എന്ന് വെച്ചാൽ അവിടെയൊക്കെ മൊത്തം ആൾക്കാരുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഇല്ലാത്ത സ്ഥലത്തോട്ട് നമ്മൾ പോയിട്ട് കുറച്ച് ഡാൻസ് വീഡിയോസ്. മെഹന്തി ഫംഗ്ഷന് കഴിഞ്ഞ് ഇനി കല്യാണത്തിന് കാണാമെന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ ഈ കുട്ടികൾ പിന്നെയും മരത്തിൽ കയറിയിട്ട് ഇതിനെന്താ പറയുക, ഇരുമ്പമ്പുള്ളി എന്നൊക്കെ പറയൂലേ, നമ്മളിവിടെ ജിംബുളി ബിംബുളി എന്നൊക്കെ പറയും. അങ്ങനെ അത് പറിക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് അതും കുറച്ച് മേടിച്ച് എല്ലാവർക്കും ടാറ്റ കൊടുത്തിട്ട് നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ മെഹന്തി ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അങ്ങനെ അവിടുന്ന് ഓരോ കഥ പറച്ചിലൊക്കെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. കല്യാണം നെക്സ്റ്റ് ഡേ അത് ഹാളിലാണ് കേട്ടോ, വീട്ടിലല്ല. ഞാനിട്ടിരിക്കുന്ന കമ്മൽ ഭയങ്കര ഹെവി ആയിരുന്നു. എനിക്കാണെങ്കിൽ ചെവി വേദനിച്ചിട്ട് പാടില്ല. അങ്ങനെ അതെടുത്തിട്ട് ഞാൻ കൈ പിടിച്ചുകൊണ്ടാണ് പിന്നെ പോയത്. വണ്ടിയിൽ നിന്ന് പിന്നെ അറിയാമല്ലോ, ഇവരുടെ ബഹളം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. പിന്നെ നമ്മുടെ അവിടുത്തെ ടൗണിലെത്തുമ്പോൾ എൻ്റെ അനിയത്തിൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെ പിക്ക് ചെയ്തു. പിന്നെ ഇവർക്ക് ജ്യൂസ് അത് ഇത് ചോക്ലേറ്റ് അങ്ങനെയൊക്കെ മേടിച്ചിട്ട് അത് കുടിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഹസ്ബൻഡ് വന്നതിൻ്റെ ഒരു സ്നേഹപ്രകടനമാണ് മോൾക്കും തനുവേവിക്കൊക്കെ. ജ്യൂസൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ കൊടുക്കില്ല കേട്ടോ, എനിക്കൊന്നും തരില്ല. ഇവരങ്ങോട്ട് കൊടുത്തിട്ട് കുടിക്കുപ്പാന്നൊക്കെ പറയണ്ടായിരുന്നു. ഇൻഷാ പെൺമക്കളായാലും അങ്ങനെ തന്നെയാണല്ലോ, അവർക്ക് ഉപ്പാനോടാണ് ഭയങ്കര സ്നേഹം. നമ്മൾ എത്ര നോക്കിയാലും എന്ത് ചെയ്താലും ഉപ്പാനാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. കുറേ പൈനാപ്പിൾ അവിടെ വിൽക്കണുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും വേണമെന്ന്. അങ്ങനെ ആളിറങ്ങിയിട്ട് ഓരോന്നിങ്ങനെ നോക്കി മേടിക്കുകയാണ്. ഞാൻ കൂടെ പോയത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങുമൊന്നുമില്ല. അങ്ങനെ അതും മേടിച്ച് ഒരു ഫ്രണ്ടിനെ അവളുടെ വീട്ടിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്ത്, മറ്റൊരാൾ കുറച്ചപ്പുറത്തായിരുന്നു, ആളെയും ഡ്രോപ്പ് ചെയ്ത് വീട്ടിലെത്തുമ്പോൾ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മലപ്പുറത്തുനിന്ന്. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവർ മാംഗ്ലൂർ പോയി. അവർക്കെന്തോ വർക്കിൻ്റെ ആവശ്യത്തിനാണ് വന്നത്. പിന്നെ എൻ്റെ മോളാണെങ്കിൽ വന്നിട്ട് ഡ്രസ്സും കൂടി ചേഞ്ച് ചെയ്യാണ്ട് ഇരുന്ന് വരയ്ക്കാനുള്ള ഒരു പരിപാടിയിലായിരുന്നു. തനുബേബി വന്നിട്ട് അത് മൊത്തത്തിൽ കൊളാക്കി. ഓളത് മേടിച്ചിട്ട് വരക്കാനൊക്കെ തുടങ്ങി. ഇവക്ക് ദേഷ്യം പിടിച്ചിട്ടുള്ള ഇരിപ്പാണത്. ഇവർ രണ്ടാളും 5 മിനിറ്റ് കൂടുമ്പോൾ തല്ലുകൂടുന്ന ആൾക്കാരാണ്. പിന്നെ എൻ്റെ മൂത്ത സിസ്റ്ററുടെ ഹസ്ബൻഡ് വന്നു. ആൾ വന്നിട്ട് ഇവർക്ക് ആനയൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വേറെ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.